വീട്ടിൽ ഇതുപോലെ തന്നെ ചെറിയ വർക്കുകൾ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് ചെയ്യാനുണ്ടാവും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സൈറ്റിൽ നമുക്ക് അത്തരത്തിലൊരു വർക്കാണ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ ആ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഷട്ടറിങ് ചെയ്ത് എല്ലാം ലെവലിംഗ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് പലകെല്ലാം അടിച്ചതിന് ശേഷം നമുക്ക് ജോയിൻ്റ് ചെയ്യാനുള്ള ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ് അതും വേണ്ടത്. ക്ലീൻ ചെയ്ത് അതിലുള്ള എല്ലാ പൊടികളും അതുപോലെ തന്നെ മറ്റു ചെളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കി നല്ലൊരു സർഫസായിട്ട് എടുക്കുകയാണ് ആ ഒരു കട്ട് ചെയ്ത ഭാഗം ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്ലോപ്പ് ഇട്ട് കട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആവും. എന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ അപ്പോക്സി ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു അപ്പോക്സി ബോണ്ടിങ് ഏജന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഇങ്ങനെയാണ് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആകുന്നത്. ഒറ്റ ബോക്സിൽ ഇതുപോലെ തന്നെ ബേസ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ഹാർഡനറും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ആയിട്ടാവും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇതാണ് ഹാർഡനർ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ കണ്ടതാണ് ബേസ്. ഇത് തമ്മിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് ഭാഗമാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് വെള്ളം പ്രഷറിൽ അടിച്ച് ഒഴിവാക്കി അവിടെയുള്ള ഡസ്റ്റുകൾ അതുപോലെ തന്നെ ചളികൾ അഴുക്കുകൾ എന്തെങ്കിലും ഭാഗത്തുള്ള കംപ്ലീറ്റ് അഴുക്കുകൾ ഒഴിവാക്കിയതിന് ശേഷമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിലാണ് അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്ത് ഇത് എങ്ങനെ മിക്സ് ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ബേസ് അതിനെ ഹാർഡനും കൂടെ 1:1 റേഷ്യോയിലാണ് ഇത് എടുക്കേണ്ടത്. 1:1 റേഷ്യോയിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബ്രഷ് എടുത്ത് എവിടെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം നന്നായിട്ട് പുരട്ടുകയാണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് നമ്മൾ ചെയ്ത് 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോർമൽ കോൺക്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്.